2022 റിലീസ് ചെയ്ത കാന്താര അതിന്റെ രണ്ടാം ഭാഗം കാന്താര ചാപ്റ്റർ 1 ഇത് 3 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് വരികയാണ്. അപ്പോൾ 6:30ക്കാണ് ഇവിടെ കേരളത്തിലെ ആദ്യത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പോൾ 6:30ക്ക് സ്റ്റാർട്ട് ചെയ്ത ഷോയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷകളുണ്ട്, കാരണം പ്രിവ്യൂ ഷോയിന് അധികം റിപ്പോർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ചോദിക്കുക, എങ്ങനെയാണ് പ്രതീക്ഷ? ചേട്ടാ, എന്താണ് പ്രതീക്ഷകൾ? ഭയങ്കര ഹൈ ലെവൽ എക്സ്പെക്ടേഷൻസ് ആണ്. കാരണം കാന്താര 2022 വന്നപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു സിനിമയായിട്ട്, ഒരു കുഞ്ഞു കന്നഡ സിനിമയായിട്ട് വന്നിട്ട് ഇന്ത്യ മൊത്തം കത്തി അമർന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീക്വൽ ആയിട്ട് വരുമ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻസ് എല്ലാം ഭയങ്കര ഹൈ ആണ്. പിന്നെ ആകെപ്പാടുള്ള ഒരു ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കർണാടകയിലെ തന്നെ തുളുനാട് റീജിയണിന്റെ ഒരു കൾച്ചറും അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളും ബന്ധപ്പെട്ട് പറയുന്ന ഒരു കഥയാണ്. പക്ഷെ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഈ ഒരു തീമിൽ ഒത്തിരി സിനിമകൾ വന്നിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റേഷൻസ് എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഋഷഭ് ഷെട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിൽ. കാരണം ഇത്രയും സമയം അദ്ദേഹം ഡിവോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമയുമായിട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാവും എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്തായാലും തിയേറ്ററിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷ അതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് പ്രതികരണം കൂടെ ചോദിക്കാം. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? 2022 കാന്താര വരുന്ന 3 വർഷങ്ങൾക്ക് ശേഷം സെക്കൻഡ് പാർട്ട് പ്രിവ്യൂ ഷോയ്ക്ക് അധികം റിപ്പോർട്ടാണ്, ഫേസ്ബുക്കിൽ കണ്ടു കാണും. എന്താ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? എക്സ്പെക്ടേഷൻസ് ഉണ്ട്, കാരണം ലൈക്ക് ഫസ്റ്റ് പാർട്ട് തന്നെ നമ്മൾ ഒട്ടും ഹൈപ്പില്ലാണ്ടാണ് ഇവിടെ കേരളത്തിൽ റിലീസായത്. അപ്പം അതിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് സെക്കൻഡ് പാർട്ടിൽ. പിന്നെ ട്രെയിലർ അടിപൊളിയായിരുന്നു, ഒരു വലിയൊരു ബഡ്ജറ്റ് സ്കെയിലാണ് പടം വരുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്ത പടം ഓഫ് കോഴ്സ് നല്ല പോസിറ്റീവ് ഇതിലായിട്ടിരിക്കും വരുന്നത്. നല്ല ബഡ്ജറ്റും കളക്ട് ചെയ്യും. അപ്പൊ അത് വെയിറ്റ് ചെയ്യാ, കാണണം ആ രീതി. ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്തുള്ള എക്സ്പെക്ടേഷൻ ആണോ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ റെസ്പോൺസ് ആയിട്ട് ഉണ്ടായത്? ഉറപ്പായിട്ടും. കാരണം പ്രിവ്യൂ ഇന്നലെ രാത്രി നോക്കിയപ്പോ എല്ലാവരും നല്ല എക്സ്ട്രീം പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ ഇനി കണ്ട് നമുക്ക് വിധി എഴുതണം, നോർമൽ ഓഡിയൻസ് നോക്കണം അതിന്. ഇത് കേരളത്തിലും കൂടെയൊക്കെ വർക്ക് ആവും എന്നുള്ളതാണ് എന്തായാലും പുള്ളിക്ക് എക്സ്പെക്ടേഷൻസ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു സ്കൈ ലെവൽ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരു രീതിയിൽ ആളുകൾ വെക്കുന്നുണ്ട്. എന്തായാലും തിയേറ്ററിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴേക്കും എങ്ങനെയായിരിക്കാം പ്രേക്ഷകരുടെ പ്രതികരണം ഒരു ഭാഗത്ത് നിന്നും ഉണ്ടാവുക, അതും ഒരു രീതിയിൽ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി നമുക്കിപ്പോ തേടാം. എന്താണ് പ്രതീക്ഷകൾ? എന്തൊക്കെയാണ് ബ്രോ പ്രതീക്ഷകൾ? കാന്താര ഇന്ത്യൻ സിനിമയെ മാറ്റി വരയ്ക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ആൾറെഡി പുറത്തുനിന്നുള്ള റെസ്പോൺസും കാര്യങ്ങളെല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതേ റെസ്പോൺസ് തന്നെ നമുക്കും പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫീൽ ആവോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. ഋഷഭ് ഷെട്ടിയിൽ ഒരു മാജിക് ആണോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. പ്രിവ്യൂ ഷോയ്ക്ക് അധികം റെസ്പോൺസ് ആയിരുന്നല്ലോ, അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എന്ത്? അതുകൊണ്ടാണ് അതുവരെ നമുക്ക് വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. സാധാരണ ഒരു കാന്താരയുടെ സീക്വൽ പാർട്ട്, ഒരു ചാപ്റ്റർ 1 എന്നുള്ള രീതി വന്നു. പ്രിവ്യൂ ഷോയ്ക്ക് അധികം റെസ്പോൺസ് വന്നപ്പോഴത്തേക്കാണ് കാണാനുള്ള ഒരു ആകാംക്ഷ കൂടിയിരിക്കുന്നത്. എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. ഞാൻ പറഞ്ഞത് അത് തിരിച്ചടിയാവോ? അങ്ങനെ നമ്മൾ വേറൊരു സംഭവം എക്സ്പെക്ട് ചെയ്യട്ടെ, അത് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല, കിടിലുമാണ്, വേറെ ലെവലൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി പടം കാണുമ്പോൾ ഫസ്റ്റ് സോഴ്സിൽ നിന്നൊക്കെയാണ് പറഞ്ഞത്, അതാണ് വേറൊരു കാര്യം. അത് ഇതുവരെ പോസിറ്റീവ് പറയാത്ത ആൾക്കാരൊക്കെ ഈ പടമൊക്കെ പോസിറ്റീവ് പറയുന്നുണ്ട്. അതായത് കിടിലം പടങ്ങൾ പോലും പോസിറ്റീവ് പറയാത്തവരൊക്കെയാണ് ഈ പടം പോസിറ്റീവ് പറയുന്നത്. എന്താണെന്ന് കണ്ടിട്ട് അറിയണം. അതുകൊണ്ട് നല്ല രീതിയിൽ ഹൈപ്പുണ്ട്, കണ്ടിട്ട് അറിയണം എന്താണെന്ന്. ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ക്ലൈമാക്സിലാണ് ഫുൾ ഹൈപ്പ് നിൽക്കുന്നത്. പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്താ കാന്താര 2022 3 വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭാഗം എന്താണ് എക്സ്പെക്ടേഷൻ? ഇത് പാർട്ട് 2ഉം 1ഉം ഏതാണെന്ന് ഇപ്പൊ തിരിച്ചറിയാൻ പാർട്ട് 1 ആണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ പടം നല്ല രീതിയിൽ കത്തുമെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, കാര്യം ഇത് ഭയങ്കരമായിട്ട് ആത്മീയതയായിട്ടുള്ള ഭയങ്കര ഒരു കഥയാണ്. അപ്പോ ഇതിന്റെ ഒരു സംഭവം, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പടത്തിനെ കുറിച്ച് അറിയാം. അതായത് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് മരണപ്പെടുകയും അങ്ങനെയുള്ള ഒരുപാട്, ഇപ്പോഴും ഒരു പോറ്റി എന്തോ മരണപ്പെടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എന്താണ് അതിൽ സത്യം എന്ന് പറയുമ്പോൾ ഇത് ശരിക്കുമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഗുരു, നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ഗുരു, നമ്മൾ തന്നെയാണ് എല്ലാം. മനസ്സിലായില്ല? അതാണ് ഇതിന്റെ ശരിക്കും സത്യം. അപ്പൊ ഇതിലൊരു സത്യമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആ ഒരു കഥ ഇപ്പോൾ ഉള്ള ജനങ്ങൾ, പ്രേക്ഷകരായ എല്ലാവർക്കും, ഇനി വരുന്ന യൂത്ത് തലമുറകൾക്കും കാന്താര എന്നുള്ള മൂവി ഒരു വൻ ഇതായിട്ട് മനസ്സിലാവട്ടെ. കണ്ട് പലരും ഭയങ്കരമായിട്ട് റെസ്പോൺസ് പറയുന്നുണ്ട്, അത് എക്സ്പെക്ടേഷൻസ് കൂട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടാലും നമ്മൾ പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു. ഞാനും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാന്താര ഇപ്പം ഈ ഇറങ്ങുന്നത്, ഇപ്പൊ രണ്ടാമത് ഇറങ്ങുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പടമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഈ പോസ്റ്റുകൾ കണ്ട് നമ്മൾ ഹൈപ്പ് കൂട്ടാൻ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല.
അല്ല ഈ ഹൈപ്പ് കൂട്ടി വന്നു കഴിഞ്ഞാൽ അവസാനം ഒന്നുമില്ലാത്ത പോലെ ആയിപ്പോകും ബ്രോ. അതുകൊണ്ടാണ് നമ്മളൊന്നും ഹൈപ്പ് കൂട്ടി നമ്മൾ എൻപുരാനൊക്കെ പോലെ ആയിപ്പോകും. ഹൈപ്പ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പ് കൂട്ടാതെ വലിയ ഹൈപ്പൊന്നും ഇല്ലാതാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം കയറി കാര്യം തിയേറ്ററിൽ ഇപ്പോഴും ടിക്കറ്റ് നമുക്ക് ബാക്കി കിടക്കുകയാണ് എടുക്കാനായിട്ട്. ഇവിടെ ഫസ്റ്റ് ഷോയ്ക്ക് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് റോയിൽ കുറച്ച് സീറ്റ്സ് വന്നു. അതാണ് ഫ്രണ്ട് റോയില് ടിക്കറ്റ് ഉണ്ട്, ഇനിയും ഉണ്ട് ടിക്കറ്റ്. ഞാൻ നോക്കിയായിരുന്നു, ഞാൻ ഇന്നലെ 2 ബുക്ക് ചെയ്തേ ഉള്ളൂ. അപ്പം അത് എല്ലാവരും ഇത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വരാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കണം. അപ്പൊ എന്തായാലും ഇത് കത്തും എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയുന്നത് നല്ല രീതിയിൽ കത്തുമെന്നതാണ്. മനസ്സിലായല്ലേ? അപ്പൊ എന്തായാലും അതുപോലെ കത്തട്ടെ അല്ലേ? കത്തട്ടെ പിന്നല്ലേ. അപ്പൊ അങ്ങനെ തന്നെയാണ്. രാവിലെ 6:30 റെസ്പോൺസ് ആണ് നിങ്ങൾക്ക് കാണാനുള്ള പോലെ. ആളുകൾ തിയേറ്ററുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വലിയ എക്സ്പെക്ടേഷൻസ് കഴിഞ്ഞ ദിവസത്തെ പ്രിവ്യൂ ഷോയ്ക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു പ്രേക്ഷക പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രേക്ഷക പ്രതികരണം ഇത്തവണ വീണ്ടും സാധാരണ ഓഡിയൻസിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസ് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും തേടേണ്ടി വരും എന്നുള്ളതും കൂടി ചോദിക്കാം. ബ്രോ ഇല്ല അതൊന്നുമില്ല. ഓക്കെ, എന്തായാലും പലരും റെസ്പോണ്ട് ചെയ്യാൻ മടിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ. രാവിലെ 6:30 ഇവിടെ കേരളത്തിൽ ആദ്യത്തെ ഷോ ആരംഭിക്കുന്നത്. ആരംഭിക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ഷോ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധാരണ ഓഡിയൻസ്, പ്രത്യേകിച്ച് ഋഷഭ് ഷെട്ടി പോലൊരു വ്യക്തിക്ക് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഫാൻസ് അങ്ങനത്തെ രീതിയിലുള്ളതൊന്നും ഇല്ല. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴേക്കും കണ്ടന്റിനെ സ്നേഹിക്കുന്ന കാന്താരയുടെ ആദ്യത്തെ ഭാഗം, പ്രത്യേകിച്ച് ആദ്യ ഭാഗം ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും കാന്താരയുടെ ആദ്യത്തെ സിനിമ അത് ഇറങ്ങിയ ആ ഒരു ഫാൻ ബേസ് അത് തന്നെയാണ് 3 വർഷങ്ങൾക്ക് ശേഷവും നിലനിർത്തുന്നതായിട്ടും കാണാൻ കഴിയുന്നത്. എന്തായാലും ആ രീതിയിൽ ഉള്ളൊരു പ്രതീക്ഷകൾ എല്ലാം തന്നെ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും ഉണ്ടാവും. ചേട്ടാ, എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? ഒരു എക്സ്പെക്ടേഷൻ ഇല്ല ബ്രോ. ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. കാണാൻ പാടില്ലെന്നല്ലേ പടം, നമുക്ക് കണ്ടിന്യൂഷൻ പറയാൻ തുടങ്ങി. പ്രിവ്യൂ ഷോയ്ക്ക് വന്നപ്പോഴേക്കുള്ള റെസ്പോൺസ് നിങ്ങൾ ഫേസ്ബുക്കിലെല്ലാം കണ്ടു? അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. കാണാൻ ആഗ്രഹത്തോടെ വന്നതാണ്. എന്നോട് കാണേണ്ട ഒരു എക്സ്പെക്ടേഷൻ ഒന്നും പറയല്ല, കണ്ടിട്ട് പറയാം. കണ്ടിട്ട് പറയാം. കണ്ടിട്ട് ഈ പ്രിവ്യൂ ഷോന്റെ റെസ്പോൺസ് എല്ലാം കണ്ടിരുന്നു? ഇല്ല ഇല്ല, ഒന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ല. സോഷ്യൽ മീഡിയ ഇല്ല, കുറവാണ്. പക്ഷേ ഞങ്ങള് സിനിമ ഓവർ ഹൈപ്പായി ചിലപ്പോ വിത്തിൻ എക്സ്പെക്ടേഷൻസ് അത് വന്നില്ലേല് ഒരു ഡിസപ്പോയിന്റ് ആവില്ലാന്ന് എഴുതിയിട്ട് ഹൈപ്പ് ഞങ്ങൾ സ്വന്തമായിട്ട് മൈൻഡിൽ ഹൈപ്പ് ലോ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതാണ് വേറൊരു വിഭാഗം ആളുകൾ. അതായത് എക്സ്പെക്ടേഷൻസ് കുറച്ച് കാണുക, അതായത് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ രീതിയിൽ പ്രകടമാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് തന്നെ തിരിച്ചടിയാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതും ആളുകൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പലരും അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ച് ഹൈപ്പ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൈപ്പ് അധികം കയറ്റാത്ത രീതിയിലേക്കും വേറൊരു വിഭാഗം ആളുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഒരു നിലവിലത്തെ കാര്യം. കാരണം പല സിനിമകൾ ഇതുപോലെ വലിയ ഹൈപ്പിലൊക്കെ വന്നിട്ട് അതൊന്നും തന്നെ തിയേറ്ററിൽ വലിയ രീതിയിൽ കൊളുത്താത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യം വെറുതെ ഉണ്ടാക്കി എടുക്കണ്ട, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കാം, വലിയ ഹൈപ്പൊന്നും കൂട്ടണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്. എന്തായാലും സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേക്കും തിയേറ്ററിലേക്ക് ആളും വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യം, ഒരുപാട് രീതിയിലുള്ള പ്രതീക്ഷകൾ പല ആളുകൾക്കും ഇടയിലുണ്ട്. ഈ വർഷത്തെ ഒരു ഏറ്റവും വലിയൊരു ഹൈപ്പിൽ റിലീസാവുന്ന ഒരു അവസാനത്തെ ചിത്രം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ്, ഒരു ഇന്ത്യൻ സിനിമയും കൂടിയാണ് കാന്താര. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴേക്കും, കാരണം പല സിനിമകളും ഇതുപോലെ വലിയ ഹൈപ്പിൽ, വമ്പൻ ഹൈപ്പിലൊക്കെ വന്നിട്ട് അത് വേണ്ട രീതിയിൽ ക്ലിക്കായോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്നോണം കാന്താരയ്ക്ക് പ്രത്യേകിച്ച് പ്രിവ്യൂ ഷോന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ പ്രിവ്യൂ ഷോകൾക്ക് ഇടയിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ പ്രതികരണങ്ങൾ തേടാം. എടാ, നല്ല ഋഷഭ് ഷെട്ടിയുടെ ഡയറക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ കണ്ടറിയണം എന്താ, പിന്നെ ആദ്യത്തേതിന്റെ ഒരു ടെംപ്ലേറ്റ് അല്ലല്ലോ രണ്ടാമത്. കുറെ പേര് ഫ്രണ്ട്സ് ഒക്കെ മിക്സഡ് ഒരു എക്സ്പെക്ടേഷനിലാണ് വരുന്നത്. അറിയാൻ വയ്യ. അല്ല, പ്രിവ്യൂ ഷോയ്ക്ക് ഭയങ്കര റെസ്പോൺസ് ഉണ്ട്, അത് കണ്ടിരുന്നു ഫേസ്ബുക്കിൽ? ഇല്ല, ഞാൻ ഒന്നും കണ്ടില്ല. കാരണം എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്നും വരണമെന്ന് വിചാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ആദ്യ ഭാഗം റിലീസ് ചെയ്യുന്നത് അതൊരു പുതിയ അതെ 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 ആണ്. അല്ല, എനിക്ക് പേഴ്സണലി നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഋഷഭ് ഷെട്ടി എന്നുള്ള ഒരു ലേബൽ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെന്താന്ന് ഇനി കണ്ടറിയാം. എന്തായാലും ഒരു ചെറിയ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും തോന്നുന്നത്? ഇതെന്തായാലും ആദ്യത്തതിന്റെ ടെംപ്ലേറ്റ് അല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പുണ്ട്. ബാക്കി ഇനി എന്താ നൽകുന്ന കിക്കോ തന്നെയാണ്. അതെ 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 ഞാൻ എന്തായാലും ഹിറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഒരു മിക്സഡ് ഒരു എന്താണ് ഒരു ഇതിലാണ് പോകുന്നത്. എന്ത് സംഭവിക്കാം, പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് പുള്ളിക്ക് ഗംഭീരമായിട്ട്. അപ്പൊ അത് തന്നെയാണ് അങ്ങനെ ഒരു മിക്സഡ് പ്രതീക്ഷ, ചെറിയൊരു ഹൈപ്പ് വെച്ചിട്ടുകൊണ്ട് തിയേറ്ററിലേക്ക് പോകുന്നത്. എന്തായാലും രാവിലെ 6:30 വരുമ്പോൾ ഒരു ഹൈപ്പും ഇല്ലാതെ പ്രേക്ഷകരും വരില്ല, അത് വേറൊരു കാര്യം. എന്തായാലും ആ രീതിയിലും ഉണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും അവരുടെ ഭാഗത്തുനിന്നും ഒരു ചെറിയ എക്സ്പെക്ടേഷൻസ് പുഷ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ എങ്ങനെയായിരിക്കും സിനിമ വിവരിക്കുക എന്നുള്ളതാണ്.
നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നല്ല പടം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഋഷഭ് ഷെട്ടിയുടെ. റിവ്യൂവിന്റെ റിപ്പോർട്ട്സ് കണ്ടിരുന്നു, അത് സത്യം പറഞ്ഞാൽ ജെനുവിനാണ് കുറച്ചധികം. ഇല്ല, അങ്ങനെ ഒന്നും കണ്ടില്ല. പടം കാണാൻ 6:30 ഷോ ഉണ്ട്, കണ്ടിട്ട് ജീവനോടുണ്ടെങ്കിൽ തിരിച്ചു വരാം. അങ്ങനെയൊന്നും പറഞ്ഞത് ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരാന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഈ സിനിമയെ ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പല ട്രോളുകളും വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരാം എന്നുള്ളത് സംബന്ധിച്ചാണ്. എന്തായാലും അത് കുറച്ചുകൂടെ കാര്യമാക്കി കുറച്ച് പ്രേക്ഷകർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ ഒറ്റ വാക്ക്, പ്രതീക്ഷ ഉണ്ടോ? ഒരു പ്രതീക്ഷയില്ല. അത് വേറെ ആളുകളാണ്. സിനിമ ഏത് പടമാണെങ്കിലും രാവിലെ 6:30 വന്ന് കാണുന്നതാണ്. ചേട്ടാ ഓടുന്നുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ ഉണ്ടോ? പ്രതീക്ഷകളല്ലേ? നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷയുണ്ട്. റിവ്യൂ റിപ്പോർട്ട്സ് എല്ലാം കണ്ടിരുന്നു? ഇല്ല അതിന് ഇറങ്ങിയോ? ഇന്നലെ ഇറങ്ങിയാ? പലരും പ്രിവ്യൂ റിപ്പോർട്ട്സ് ഇന്നലെ ഇറങ്ങിയിട്ടുള്ളത് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ ഇപ്പൊ പ്രിവ്യൂ ഒക്കെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും പല സോഷ്യൽ മീഡിയയിൽ അത്രയും അധികം നോക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഏകദേശം സമയമാവാറെ തിയേറ്ററുകളിലേക്ക് ആളുകൾ അവസാന നിമിഷം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു 2 മിനിറ്റും കൂടെ ഉള്ളൂ സ്റ്റാർട്ട് ആവാൻ. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും നേരത്തെ കയറി അവരുടെ സീറ്റുകൾ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവസാന നിമിഷം ഈ സ്കൂളിലൊക്കെ ക്ലാസ്സിലേക്ക് അവസാന നിമിഷം വരുന്നത് പോലെ ഓടിപ്പടച്ച് പലരും വരുന്നുണ്ട്. രാവിലെയും കൂടിയാണ്. അപ്പോൾ അവർ ഈ ഉറക്കം വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളൂ. എന്തായാലും ബ്രോ എന്താ എക്സ്പെക്ടേഷൻ? നല്ല പടമായിരിക്കും, എന്തായാലും സൂപ്പർ ആയിരിക്കും. പ്രിവ്യൂ റിപ്പോർട്ട്സ് ഒക്കെ കണ്ടിരുന്നു? ഇല്ല ഒന്നും കണ്ടിട്ടില്ല, ഇപ്പൊ പോയി കണ്ടിട്ട് വരാം. അപ്പൊ പലരും അതാണ് മാക്സിമം ആളുകളും പ്രിവ്യൂ റിപ്പോർട്ട്സ് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ചേട്ടാ എന്താ എക്സ്പെക്ടേഷൻ എന്തെങ്കിലും? വലിയ എക്സ്പെക്ടേഷൻ പ്രിവ്യൂ റിപ്പോർട്ട് കണ്ടിരുന്നു? ഇല്ല, കണ്ടില്ല. അത് പ്രിവ്യൂ റിപ്പോർട്ട് കണ്ടില്ല. അതായത് ആ പ്രിവ്യൂ റിപ്പോർട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ഹൈപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലരും അത് കണ്ടിട്ടില്ല എന്നതാണ് പറയുന്നത്. ചേട്ടാ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ നമുക്കൊരു വലിയ എക്സ്പെക്ടേഷൻ ആണ് തന്നിട്ടുള്ളത്. അത് പ്രതീക്ഷ തന്നെയാണ് വരുന്നത് തീർച്ചയായിട്ടും. ലേറ്റ് ആണല്ലോ ഇന്ന്. ഇല്ല കുഴപ്പമില്ല, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്ന് ഫിനിഷ് ചെയ്യാം. ഓൺ ടൈമാണ്. പ്രിവ്യൂ റിപ്പോർട്ട് കണ്ടിരുന്നു? പ്രിവ്യൂ റിപ്പോർട്ട് മാസമാണ്, വളരെ മാസമാണ് പറയുന്നത്. കാരണം എൻറ്റയർലി ഫസ്റ്റത്തിനേക്കാൾ കുറെ കൂടെ എക്സ്പെക്ടേഷൻ ആണ് ഇതിൽ എല്ലാവരും കൊടുത്തിരിക്കുന്നത്. ഡ്യൂറേഷൻ 2.25 മണിക്കൂറുണ്ട്. ആ 2.25 മണിക്കൂർ നമുക്ക് എൻജോയ് ആവട്ടെ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് കയറുന്നത്. ഇനി വൈകിപ്പിക്കുന്നില്ല തോന്നുന്നത്. അത് തന്നെ. അപ്പം നമ്മൾ ഇവിടെ പറയുകയാണ്. അപ്പൊ അത് തന്നെയാണ് സാഹചര്യം. അപ്പോൾ ഏകദേശം പലരും ഇപ്പൊ ഏരിയസ്പ്ലെക്സ് ഓഡി 1-ലാണ്. അവിടെ 1ഉം 2ഉം ഉണ്ട് കേട്ടോ. 1ഉം 2 ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒന്നില് മലയാളം ഒന്നില് തമിഴും ആണെന്നുള്ള രീതിയിലാണ്. അപ്പൊ മലയാളത്തിലാണ് ഓഡി 1-ൽ ഇവിടെ കളിക്കുന്നത്. അപ്പം ഏകദേശം എല്ലാ ആളുകളും ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷകൾ ഈ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നോക്കണം. പ്രിവ്യൂ റിപ്പോർട്ട്സ് കണ്ടവരൊരു ഭാഗത്തുണ്ട്, കാണാത്തവർ മറ്റൊരു ഭാഗത്തുണ്ട്. അങ്ങനെ 2 ഭാഗത്തായിട്ടും ആളുകൾ നിൽപ്പുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ മൊത്തത്തിലും സിനിമ എങ്ങനെയാണ് ചേട്ടാ എക്സ്പെക്ടേഷൻ? കണ്ടിട്ട് പറയാം. അവസാന നിമിഷമുള്ള ഓട്ടത്തിലാണ്. കാരണം ഒരു ആദ്യത്തെ സീൻ പോലും മിസ്സാക്കരുത് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ കാന്താര ചാപ്റ്റർ 1 അവർക്ക് വേണ്ടിയിട്ടുള്ള റിലീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 3 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയുടെ ആദ്യ ഭാഗം, അത് പ്രീലൂഡായിട്ടാണ് വരുന്നത്. ഋഷഭ് ഷെട്ടിയുടെ അതിഗംഭീര പെർഫോമൻസ് ആണ് പ്രിവ്യൂ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമ ഏകദേശം 6:30 ആകുമ്പോഴേക്കും സ്റ്റാർട്ടാവും. അതിനുശേഷം 2:48 2 മണിക്കൂർ 48 സിനിമയുടെ ദൈർഘ്യമോ. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ റിപ്പോർട്ടുകൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് എന്താകും എന്നുള്ളത് നോക്കിക്കാണാം.